നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്ക് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനലിലേക്ക് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അതേക്ക് ഒന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനെ കണ്ടിട്ട് ഷോക്കായി നിൽക്കുന്ന സ്ഥലത്ത് അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ടാവോ, വാവ് നമ്മൾ രണ്ടാളും ഇന്ന് സെയിം കളർ ഷർട്ടാണ് ഇട്ടേന്നെ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ശനിയാണെങ്കിൽ പറയും, വാവ് അത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അവനാണെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവേ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് സിനിമ കാണാൻ പോകുന്നവരായിരിക്കും. ഏതോ ഒരു ഡയലോഗ് വായിച്ചിട്ട് രണ്ടാളും ഒപ്പരം തലക്ക് കൈ കൊടുക്കുന്നുണ്ടാവുക. കൈ കൊടുക്കുന്നില്ല, ഇങ്ങനെ നമ്മൾ തല ചൊറിയില്ല, ഒരു കൺഫ്യൂഷനൊക്കെ ആവുന്ന ടൈം. അതേ ടൈമായിരിക്കും അവൾ പറയുന്നുണ്ടാവുക, എന്ത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ നീ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പെർഫെക്റ്റ് ആണെന്ന് ഇവർ തന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ പറയൂലേ. ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ മനസാക്ഷിനോട് ഞാൻ പറയൂലേ, അതുപോലെ ആയിരിക്കും. അങ്ങനെ രണ്ടും കൂടിയിട്ട് സിനിമക്ക് കയറുന്നുണ്ടാവും. രണ്ടാളും പരസ്പരം സിനിമ കാണാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ അർത്ഥം തന്നെ പരസ്പരം ഇഷ്ടാന്നല്ലേ. അങ്ങനെ നമ്മൾ കാണുന്നത് സയോക്കാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മൂനിയായിരിക്കെ അതേ സ്ഥലത്തേക്ക് നമ്മളെ ജിയാങ്ങും അവന്റെ കൊളീഗ്സും വരുന്നുണ്ടാവും. അതേ ടൈമായിരിക്കും അവന്റെ കൂടെയുള്ള ഒരുത്തം പറയുന്നുണ്ടാവുക, അന്ന് മൂന്റെ കൂടെ കണ്ട ചെക്കൻ ഇവനാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയേ. ജിയാങ് ആണെങ്കിൽ പറയും, തോന്നലല്ല ഇവൻ തന്നെയാണെന്ന് പറയും. ഇവരാണെങ്കിൽ ഇവരടുത്തേക്ക് വരുന്ന ടൈം നമ്മളെ മൂ ആണെങ്കിൽ ഇവരെ എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവേ. മൂന്നൊരു കോള് വന്നിട്ട് അവൾ അവിടെ നിന്ന് മാറുന്നുണ്ടാവും. അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും, നിങ്ങളെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നിങ്ങളെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ട് പ്രസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ഡിന്നറിന് പോകണം എന്ന് പറയും. നമ്മളെ സയോവും അതിന് സമ്മതിക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ പെണ്ണിന്റെ കൊളീഗ് ആണെങ്കിൽ പറയും, ജിയാങ്ങിന് മാത്രമല്ല ജിയാങ്ങിന്റെ ഗേൾ ഫ്രണ്ടിനും നിങ്ങളെ എക്സിബിഷൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മളെ സയോ ആണെങ്കിൽ പറയും, എന്നാൽ പിന്നെ നിങ്ങളെ ഗേൾ ഫ്രണ്ടിനെയും അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഒരു എക്സിബിഷന് കൊണ്ടുവരണം എന്ന് പറയേ. അതേ ടൈം കൊളീഗ് പെണ്ണാണെങ്കിൽ പറയും, അടുത്ത പ്രാവശ്യം വേണ്ട, ഇവന്റെ ഗേൾ ഫ്രണ്ടേ ആയൊരു മൂ എന്ന് പറയൂ. ഇത് കേൾക്കുമ്പോൾ സയോന്റെ മുഖം ഒന്ന് വാടുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാട് കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എന്നോട് ക്ഷമിച്ചേ പറ്റുള്ളൂ. അതുമാത്രമല്ല എനിക്ക് അധികം സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല, ഫുള്ള് തൊണ്ടവേദന എടുക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണേ. അങ്ങനെ നമ്മൾ കാണുന്നത് ചെക്കനോട് ഡിന്നർ കഴിക്കാമെന്ന് മെസ്സേജ് അയച്ചിട്ട് അവന്റെ ഓഫീസിന്റെ മുന്നിലോട്ട് നടന്നു പോകുന്ന നൈനേനായിരിക്കും. ഇതേ ടൈം അകത്തേക്ക് നോക്കുന്ന ടൈം നമ്മളെ ചെക്കൻ്റെ ബോസ് ആണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഈ ബോസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ നമ്മളെ ആ ഒരു $6 ആ ബോസ് തന്നെയായിരിക്കും ഈ ഒരു ബോസ്. ഇയാളാണെങ്കിൽ നമ്മൾ ചെക്കനെ ചീത്ത പറയുന്നത് നൈനക്ക് സഹിക്കുക. നൈനയാണെങ്കിൽ വന്നിട്ട് പറയൂ, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ എംപ്ലോയിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, അവൻ്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞില്ലേ, പിന്നെ എന്നാ നിങ്ങളെ പ്രശ്നം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നത് ഈ ഒരു ബോസിനെ സഹിക്കുക. അയാളാണെങ്കിലും നമ്മൾ ഷെന്നിനെയും ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും, നമ്മളെ പെണ്ണിനെയും ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈമായിരിക്കും അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ടാവുക. അതാണെങ്കിൽ ഈ ബോസിൻ്റെയും ബോസ് ആയിരിക്കും, അതായത് ഈ ഒരു കമ്പനിയിലത്തെ ചെയർമാൻ ആയിരിക്കും. ചെയർമാനെ പെട്ടെന്ന് കാണുന്ന ടൈം ഇവരാണെങ്കിൽ പേടിക്കുന്നുണ്ടാവേ. അതായത് ഈ ഒരു ബോസ് സംഭവം എന്നായിരിക്കും, നമ്മളെ ഷെന്നെ വിളിച്ചിട്ടായിരിക്കും ഈ ഒരു ചെയർമാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. ചെയർമാൻ വേറെ ആരുമായിരിക്കില്ല, നമ്മളെ ഷെന്നിന്റെ ഫാദർ ആയിരിക്കും. ആ ഒരു കാര്യം ഇപ്പായിരിക്കും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുക. ആ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മളെ പെണ്ണ് വരെ ഷോക്ക് ആവുന്നുണ്ടാവും. അവളുടെ വിചാരം നമ്മളെ ചെക്കനൊരു ജോബ്ലെസ് ആണെന്നാണല്ലോ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് നമ്മളെ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. മൂ ഈ ഒരു കാര്യം കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ടാവേ. എന്നിട്ട് മൂ ആണെങ്കിൽ നിനക്ക് ശരിക്കും അവനുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊന്ന് ചോദിക്കുന്നേരം നമ്മളെ നൈനി ആണെങ്കിൽ പറയൂ, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെങ്കിൽ വരാതിരിക്കാനും ചാൻസ് ഇല്ല എന്നൊന്ന് പറയും. ഇതേ ടൈം നമ്മൾ കാണുന്നത് നമ്മളെ സോങ്ങിന്റെ ഇന്റർവ്യൂ ആയിരിക്കെ. ആ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന ടൈം അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ നോക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ പേടിക്കാണ്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പറയണം എന്നൊക്കെ പറയുന്ന കാണുമ്പോൾ ഒരു കുശുമ്പൻ ഉണ്ടാവില്ലേ സൈഡിൽ, അവൻ ഇതൊക്കെ കണ്ടിട്ട് കുശുമ്പാവുന്നുണ്ടാവേ. പക്ഷെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. അങ്ങനെ അവനാണെങ്കിൽ, അതായത് നമ്മളെ സോങ് ആണെങ്കിൽ എന്തെല്ലോ സംസാരിച്ചതിന് ശേഷം അവനൊരു ചിത്രം വരയ്ക്കുന്നുണ്ടാവേ. ചിത്രത്തിന്റെ കോൺസെപ്റ്റ് തന്നെ നമ്മളെ പെണ്ണായിരിക്കും. അവനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചിത്രമായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണ് ഇവനൊരു ഓറഞ്ച് കൊട കൊടുത്ത നിങ്ങൾ ഓർക്കുന്നുണ്ട്, അതേ സെയിം ചിത്രമായിരിക്കും ഇവൻ വരച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവരാണെങ്കിൽ ഇവനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പ്രിങ് വരക്കാനുള്ള കാരണം എന്ന് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനാണെങ്കിൽ പറയും, എൻ്റെ മനസ്സ് മരവിച്ച് നിൽക്കുന്ന ടൈമാണ്,
ആ ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിലേക്ക് വന്നത്. അതെൻ്റെ മനസ്സിന് ഒരുപാട് 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 ഹാപ്പിനെസ് ഉണ്ടാക്കിനെ. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചിത്രം വരച്ചെന്ന് പറയേ. ഇതൊക്കെ നമ്മളെ പെണ്ണിനെ കൊണ്ടാണെന്നുള്ള കാര്യം അവൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അവളെ മുഖം ഒന്ന് വാടുന്നുണ്ടാവും. ആ ഒരു കാര്യം ജിയാങ്ങും ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അവൻ അധികം ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബോസിന് സൊള്ളി തന്നെയാണ്. കാരണം നല്ല രീതിയിലായിരിക്കുമല്ലോ ഈ ഒരു പ്രസ് മീറ്റിംഗ് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് ബോസിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ബോസ് അവിടുന്ന് പോകുന്നുണ്ടാവേ. നമ്മളെ പെണ്ണും ചെക്കനും മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ ഒരു സോങ് ആണെങ്കിൽ നമ്മളെ മൂനോട് നമുക്കിങ്ങനെ ഒരു ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പിയിൽ ഓക്കെ എന്ന് പറയുന്നുണ്ടാവേ. നമ്മളെ ജിയാങ് ആണെങ്കിൽ നീ എന്താടി ഇത്ര ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയൂ ഒരു ഫ്രീ ആയിട്ട് ഒരു ഡിന്നർ കിട്ടുമ്പോൾ ആരായാലും ഹാപ്പി ആകൂലേ എന്ന് ചോദിക്കേ. ഇതേ ടൈം ജിയാങ് ആണെങ്കിൽ നമ്മളെ സോങ്ങിനെയും ഡിന്നറിനെ വിളിക്കുന്നുണ്ടാവേ. അതായത് എല്ലാവർക്കും ഒപ്പരം ഡിന്നർ കഴിക്കാന്നുള്ള രീതിയിൽ. നമ്മളെ സോങ്ങിന് അതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവന് നമ്മളെ പെണ്ണിന്റെ കൂടെ മാത്രം പോകണമല്ലോ. പക്ഷെങ്കിൽ എതിർത്തിട്ടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഓക്കെ പറയൂ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഡിന്നർ കഴിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മളെ ജിയാങ്ങും മൂവും അടുത്ത് പെരുമാറുന്നതൊന്നും നമ്മളെ സോങ്ങിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ. പക്ഷേങ്കിൽ അവനൊന്നും പറയാനുള്ള വോയിസ് അവിടെ ഇല്ലല്ലോ. ഇതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ വീഡിയോ കോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിനോട് ഈ ഒരു കാര്യം പറയേ. എന്നിട്ട് അവരെ രണ്ടാളും ഇവരോട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഇതൊക്കെ കാണുന്ന ടൈം നമ്മുടെ സോങ്ങിൻ്റെ മനസ്സിൽ ഇവർ രണ്ടാളും റിയൽ കപ്പിൾ ആണെന്നാണല്ലോ ഉള്ളത്. അതുകൊണ്ട് സോങ്ങിനെ സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ലേ. അങ്ങനെ ഇവരാണെങ്കിൽ പുറത്ത് പോയിട്ട് അമ്മേനോട് നോർമലായിട്ട് കോൾ ചെയ്യുന്നുണ്ടാവും. ഇതേ ടൈം അകത്തുനിന്ന് നമ്മളെ പിള്ളേരെ കൊളീഗ്സ് ആണെങ്കിൽ നമ്മളെ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടാവേ. ഇത് കേട്ട് സഹിക്കാൻ കഴിയാണ്ട് നമ്മൾ സോങ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന ടൈമോ ഇവർ രണ്ടാളും നമ്മളെ അമ്മേനെ വിളിക്കുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. ഇവൻ കുറച്ചു നേരം അത് നോക്കിക്കൊണ്ട് നമ്മളെ പിള്ളേരാണെങ്കിൽ ഫോണ് വിളിച്ച് കഴിയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ജിയാങ് നീ ഇപ്പം നല്ലോണം അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്ന ടൈം ജിയാങ് ആണെങ്കിൽ പറയും നീ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യണം, എൻ്റെ അത്ര നിന്നെക്കൊണ്ട് ആവുന്നില്ല എന്ന് പറയേ. ഈ ഒരു കാര്യം നമ്മളെ സോങ് കേൾക്കുന്നുണ്ട്. എന്നാലും നമ്മൾ സോങ്ങിന് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു കോൺട്രാക്ട് ഉണ്ട്, അല്ലാണ്ട് ഇവർ റിയൽ കപ്പിൾ അല്ല എന്നുള്ള കാര്യം. അത് അറിയുന്ന ടൈം നമ്മൾ സോങ്ങിന്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ നമ്മളെ ജിയാങ്ങും മൂവും വീട്ടിലെത്തുന്നേരം രണ്ടാക്കും സെയിം ടൈമിൽ കോള് വരും. ആരാന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. നമ്മളെ ഷെന്നിയും പെണ്ണും ആണെങ്കിൽ എന്തിനല്ലോ പറഞ്ഞിട്ട് അടിയായിട്ടുണ്ടാവേ. അതിന്റെ പരാതി പറയേണ്ടിയിട്ടായിരിക്കും ഇവർ വിളിച്ചിട്ടുണ്ടാവുക. ഇനി രണ്ടാളും പരസ്പരം വിളിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും അതായത് നൈന നമ്മൾ മൂന്നോടും പരാതി പറയുന്നുണ്ട്, ഷെന്നി നമ്മളെ ജിയാങ്ങിനോട് പരാതി പറയുന്നുണ്ടാവേ. ഇതേ ടൈമായിരിക്കും രണ്ടാളെ ഫോണിലും പരസ്പരം കോള് വരുന്നുണ്ടാവുക. എടുക്കൂലെന്ന് പറഞ്ഞ അവരാണെങ്കിൽ നമുക്കിപ്പോൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പോകുന്നുണ്ടാവേ. അങ്ങനെ അവസാനം നമ്മളെ ഷെന്നി അവന്റെ പ്രണയം തുറന്നു പറയുന്നത്. ഓൾറെഡി അവനോട് ഇഷ്ടമുള്ള നമ്മളെ നൈന അത് ആക്സെപ്റ്റ് ചെയ്യല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രണയം ഈ ഒരു ഡ്രാമയിൽ പൂവണിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ കാണുന്നത് സോങ്ങിനെയും ജിയാങ്ങിനെയും മൂനെയായിരിക്കെ. നമ്മളെ മൂ ആണെങ്കിൽ സോങ്ങിനോട് പെയിന്റിങ്ങിനെ കൊണ്ട് എന്തെല്ലോ പറഞ്ഞിട്ട് അവൾ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. ഇതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ നമ്മളെ ചെക്കൻ നമ്മളെ പെണ്ണാണെന്ന് വിചാരിച്ച് വരച്ചൊരു പിക്ചറില്ലേ, ആ പിക്ചർ തന്നെ നോക്കി നിൽക്കുന്നത് സോങ് കാണുന്നുണ്ടാവേ. സോങ് ആണെങ്കിൽ ചോദിക്കും ഓ മൂ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഈ ഒരു പിക്ചർ ഇഷ്ടം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പിക്ചർ വരച്ചതെന്ന് പറയേ. നമ്മളെ ജിയാങ് ഇത് കേൾക്കുന്ന നേരം അവനാണെങ്കിൽ ചോദിക്കും നീ മറന്നു പോയോ ഞാനും മൂവും ഇങ്ങനെ കപ്പിളാണെന്ന് പറയും. അതേ ടൈം സോങ് ആണെങ്കിൽ പറയും കപ്പിൾ എന്നുള്ളത് ഒരു വേർഡ് മാത്രമാണ്, അല്ലാണ്ട് നിങ്ങൾ ശരിക്കും കപ്പിളല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയൂ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ജിയാങ്ങിന്റെ മുഖത്ത് ഒരു ഷോക്കിംഗ് ആയിരിക്കെ. അങ്ങനെ വീട്ടിലെത്തുന്ന ടൈം നമ്മളെ മൂ ആണെങ്കിൽ ചോദിക്കും നീയുമായൊരു സോങ്ങും കുറേ നേരം സംസാരിക്കുന്നത് കണ്ടിനല്ലോ, നിങ്ങൾ എന്നാ സംസാരിച്ചത്, അവന്റെ മുഖത്ത് ഭയങ്കര ഹാപ്പിനെസ് കണ്ടിനല്ലോ എന്ന് ചോദിക്കുന്നത്. നമ്മളെ ചെക്കൻ വേറൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് കേൾപ്പിച്ചിരുന്നല്ലോ അവരെന്നാ സംസാരിച്ചിരുന്നത്. സംഭവം എന്നായിരിക്കും ഇവർ രണ്ടാളും ബെറ്റെന്നൊന്നുമല്ല. ഇൻ കേസ് അവൾ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടാൻ ആകെ അവകാശമുള്ളത് എനിക്ക് മാത്രമാണെന്ന് സോങ് പറഞ്ഞിട്ടുണ്ടാവേ. ആ ഒരു കാര്യം മാത്രം നമ്മൾ ജിയാങ് ആണെങ്കിൽ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ജിയാങ് ഇവളോട് നിനക്ക് എന്നാ ഫുഡ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എന്തോ ബീഫിൻ്റെ ആയിട്ട് സൂപ്പ് പറയുന്നുണ്ടാവേ. അവനത് ഉണ്ടാക്കി കൊണ്ടുവരുന്നപ്പോൾ തന്നെ ഇവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ അവൾക്ക് പുതപ്പെല്ലാം പുതപ്പിച്ച് കൊടുത്തിട്ട് അടുക്കളയിൽ പോയിട്ട് പിന്നെയും കുക്ക് ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ എണീച്ചിട്ട് അവനെ
വന്നിട്ട് ഇതുപോലെ നോക്കുന്നുണ്ടാവുക. അവളെ കണ്ണിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. വേറൊന്നുമല്ല, പ്രണയം തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണും 2 കൊളീഗ്സും കൂടിയിട്ട് എന്തല്ലോ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈം അവളെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയും നീ അവിടെ പോയിട്ടിരുന്നോ, നമ്മൾ കൊണ്ടുവരാമെന്ന് പറയേ നമ്മളെ പെണ്ണ് അവിടെ പോയിട്ട് ഇരിക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും ക്യുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ വന്നിട്ട് ഇവളോട് സംസാരിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ പറയും ഷെന്നി ആണെങ്കിൽ എനിക്ക് നിന്റെയും ജിയാങ്ങിൻ്റെയും ഫോട്ടോ കാണിച്ചു തന്നെ എനിക്ക് ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ, നീ ഇങ്ങനെ ജിയാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഇവളോട് സംസാരിക്കുന്നുണ്ടാവേ. നമ്മളെ മൂവും അതിനനുസരിച്ചിട്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ടാവും. കമ്പനിയിൽ വരുന്ന ടൈമായിരിക്കും അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും അറിയില്ലേ. ഇവളെ കൊളീഗ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ക്യുന്ന് നമ്മളെ ജിയാങ്ങിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ഈ ഒരു കാര്യം ആ ഒരു ഫാങ്ങില്ലേ അവളും അറിഞ്ഞിട്ടുണ്ടാവും. അവളും ഓരോന്ന് കുത്തി 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 പറയുന്നുണ്ടാവേ ഫാങ്ങിന്. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയല്ലേ വീണ്ടും. നമ്മളെ മൂവ് ആണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസിൽ എനിക്ക് അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇന്റർഫെയർ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ഒരു കാര്യം അറിയില്ലായിരിക്കും. ഈ ഒരു ക്യുന്നുള്ള പെണ്ണിനെ അറിയില്ലായിരിക്കും. അങ്ങനെ രാത്രി വന്നിട്ട് എന്തായാലും അവനോട് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും അവളെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ടാവുക. നോക്കുന്ന ടൈം ആരായിരിക്കും? ഈ ഒരു ക്യുന്ന് തന്നെയായിരിക്കും. നമ്മളെ ജിയാങ്ങിനെ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരിക്കൽ അവനെ കൊടുക്കുമെന്നൊന്ന് ചോദിച്ചിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണും അവനായൊരു കോള് കൊടുക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ആ ഒരു കോൾ എടുത്തിട്ട് എന്തല്ലോ സംസാരിച്ചതിന് ശേഷം കോള് കട്ടാക്കിയിട്ടാണെങ്കിൽ പറയും എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, നീ വേഗം ഉറങ്ങിക്കൊന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയും ഇതും കൂടി കാണുമ്പോൾ നമ്മളെ പെണ്ണിനെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നൈനേനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാവേ. നൈനയാണെങ്കിൽ നിനക്ക് അവനോട് ഡയറക്റ്റ് ചോദിച്ചൂടെയെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും നമ്മളിങ്ങനെ റിയൽ കപ്പിൾ അല്ലല്ലോ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ള അങ്ങനത്തെ ഒരു അവകാശം ഇല്ലല്ലോ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവര് റിയൽ അല്ലാത്തതുകൊണ്ട് അവൾക്ക് അങ്ങനത്തെ ഒരു അവകാശം ഇല്ലേ. അങ്ങനെ അവളാണെങ്കിൽ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉറക്കെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാൻ പോകുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം അവൾ വന്നിട്ട് ചുറ്റുപാട് നോക്കുന്നുണ്ടാവേ. എന്നാലും അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവനാണെങ്കിൽ ഇന്നലെ രാത്രി പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ടേ ഇല്ല എന്നുള്ള കാര്യം. അത് അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണിൻ്റെ കമ്പനിയിലത്തെ എക്സിബിഷൻ ആയിരിക്കും. അതിന് നമ്മളെ മൂവും സോങ്ങും ഒക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും. മൂ ആണെങ്കിൽ സോങ്ങിനെ കണ്ടിട്ട് അവനോട് സംസാരിക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും അതിലൂട്ട് പോകുന്ന ഒരാളെ കൈമേലത്തെ ഏണിയാറ്റം ഇവൻ്റെ കയ്യിൽ തട്ടാൻ നോക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ആ ഒരു ജിയാങ്ങും ക്യുന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഇവർ രണ്ടാളും കാണുന്നത് ഇതെന്നാ നമ്മളെ പെണ്ണും സോങ്ങും ആണെങ്കിൽ ഇതുപോലെ അടുത്ത് ഇടപഴകുന്നതായിരിക്കും. ഇത് നമ്മളെ ജിയാങ്ങിന് സഹിക്കുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ആ ഒരു ക്യുന്നിൻ്റെ കൂടെ തന്നെ അങ്ങനെ പോകുന്നുണ്ടാവേ. ഇതേ ടൈമായിരിക്കും നമ്മളെ മോനെയാണെങ്കിൽ വേറെന്തോ സംഭവം പൊട്ടിപ്പോയിട്ട് നന്നാക്കാൻ വിളിക്കുന്നുണ്ടാവുക. അവൾ നന്നാക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ജിയാങ്ങും ക്യുന്നും ഒപ്പരം പോകുന്നത് കാണുന്നുണ്ടാവുക. രണ്ടാക്കും കുശുമ്പായില്ലേ, ഒന്നും പറയണ്ട, രണ്ടാക്കും നല്ല രീതിയിലത്തെ കുശുമ്പുണ്ടാവും. അങ്ങനെ ഒരു എക്സിബിഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പിള്ളേർ രണ്ടാളും ഒപ്പരായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ ക്യുന്നിനെ കൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവേ. കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നവരായിരിക്കും ഇവന് പിന്നെയും കോള് വരുന്നുണ്ടാവുക. അതുകൊണ്ട് അവളെ കൊണ്ട് അധികം ഒന്നും അവൾക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവൻ നീ എന്നാ ചോദിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണ് അധികം ഒന്നും പറയുന്നുണ്ടാവില്ലേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവളെ നൈനയും ഷെന്നിയും ഉണ്ടാവുമായിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും പിള്ളേർ രണ്ടാളും കപ്പിളാന്നുള്ള കാര്യം ഇവരോട് റിവീൽ ചെയ്യുന്നുണ്ടാവുക. അവരാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ പിള്ളേർ രണ്ടാളും ഓരോ സൊള്ളൊക്കെ കാണിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. കാരണം രണ്ടാളെ ഫസ്റ്റ് ലവ് അല്ലേ, അതിൻ്റെ ഒരു ത്രില്ലിങ്ങില്ലേ അത് രണ്ടാൾക്കും ഉണ്ടാവേ. ഇതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണ് നാരങ്ങ പൊളിക്കുന്നത് കണ്ടിട്ട് അവൻ പൊളിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ വിടുന്നുണ്ടാവില്ലേ. ഇതേ ടൈം ഞാൻ പറഞ്ഞില്ലേ ഷെന്നി ആണെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന്. അവനാണെങ്കിൽ ആ ഒരു ക്യുന്നിനെ കാണുന്നുണ്ടാവേ. അതായത് ക്യുന്നും ഇതേ സെയിം സ്ഥലത്ത് വന്നിട്ടുണ്ടാവും. നമ്മളെ ഷെന്നിക്കാണെങ്കിൽ ക്യുന്നിനെ നല്ലോണം അറിയുന്നത് കൊണ്ട് അവളോടാണെങ്കിൽ പറയും വാ അവിടെയാണെങ്കിൽ ജിയാങ് ഉണ്ട്, നീ കൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്തോന്ന് പറയേ. നമ്മളെ ക്യുന്നിനാണെങ്കിൽ സന്തോഷമായില്ലേ. അങ്ങനെ രാത്രി ആകുന്ന ടൈം ഈ ഒരു ക്യുന്നും ജിയാങ്ങും ആണെങ്കിൽ ഭയങ്കര അടുത്ത് ഇടപഴകുന്നുണ്ടാവും. അതായത് നമ്മുടെ ഈ ഒരു ക്യുന്നാണെങ്കിൽ ജിയാങ്ങിൻ്റെ ഷർട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചെയ്യുന്നുണ്ടാവേ. ഇത് നമ്മളെ നൈനയും ശ്രദ്ധിക്കുന്നുണ്ടാവും. നൈനയാണെങ്കിൽ പറയും നോക്ക് 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 നിന്റെ ജിയാങ് ആണെങ്കിൽ കൈവിട്ട് പോയി എന്നാ തോന്നുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അവർ രണ്ടാളും ചെറുപ്പം തൊട്ടിട്ടേ നല്ലോണം അറിയുന്നവരല്ലേ, നമുക്കിതിലൊന്നും ചെയ്യാനില്ല, ഞാൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്ന് പറയേ. അവളെ വർത്താനത്തിൽ തന്നെ ഒരു കുശുമ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മളെ ഷെന്നിയാണെങ്കിൽ എല്ലാവർക്കും ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ. പക്ഷേ ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഈ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കാൻ നോക്കുന്ന ടൈം ആ ഒരു ക്യുന്നാണെങ്കിൽ അവനോട് ഡ്രിങ്ക്സ് അടിക്കണ്ടെന്ന് പറയേ. ഇതും നമ്മളെ മൂന്ന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മളെ മൂ അടിക്കാൻ നോക്കുന്ന ടൈം ജിയാങ്ങും അടിക്കണ്ടെന്ന് പറയുന്നുണ്ടോ. പക്ഷേ നമ്മളെ മൂ ആണെങ്കിൽ ഈ പ്രാവശ്യം അവനെ കേൾക്കാണ്ട്
അവൾ ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ ആ ഒരു നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഇത് ഈ ഒരു ക്യുന്നിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കും ഇവരെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ, അതായത് നമ്മുടെ ജിയാങ്ങിന്റെ ഫ്രണ്ട് ആയിട്ടാണ് തോന്നുന്നത്, അവനാണെങ്കിൽ നമ്മൾ ജിയാങ്ങിനെ കൊണ്ട് പറയുന്നുണ്ടാവുക, ജിയാങ് അവിടെ ഇല്ലേ, അവനാണെങ്കിൽ പറയൂ ഈ ഒരു ജിയാങ്ങില്ലേ അവൻ്റെ ഡയറി ഞാൻ വായിച്ചിന്, അതിൽ അവനാണെങ്കിൽ ആരോടോ ഇഷ്ടമുണ്ടെന്നും ആ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞിരുന്നും പക്ഷേ ആ ഒരു ഇഷ്ടമാണെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നെന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഷെന്നിയാണെങ്കിൽ പറയും അവൻ ഇല്ലാത്ത സമയത്ത് അവനെ കൊണ്ട് റൂമർ പറയല്ല എന്ന് പറയേ. ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അതേ ടൈം അവനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടന്നിരുന്നായിരിക്കും അവൻ പറയുന്നുണ്ടാവുക. പക്ഷേ അധികം ആരും ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല. അങ്ങനെ അന്നത്തെ രാത്രി നമ്മളെ പെണ്ണും നൈനയും ഒപ്പനായിരിക്കെ ഉറങ്ങുന്നുണ്ടാവുക. അതേ ടൈം നൈന ആണെങ്കിൽ നിനക്ക് എന്നാ ഇങ്ങനെ മൂഡ് ഓഫ്, ഞാൻ രാവിലെ തൊട്ടേ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവേ. അതേ ടൈം നമ്മുടെ പെണ്ണാണെങ്കിൽ പറയും ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ കൂടി എനിക്ക് അവനോട് ഇഷ്ടം വന്നെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നേ ഇല്ല എന്ന് പറയേ. നമ്മളെ നൈനയാണെങ്കിൽ ഈ ഒരു കാര്യം അവനോട് നീ പറയാമെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇവരെ എക്സിബിഷന്റെ ഭാഗമായിട്ട് റൂം നോക്കാൻ പോകുന്നുണ്ടാവേ. അതേ ടൈം അവളാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ മെസ്സേജ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും അവൾക്ക് ഒരു കോള് വരുന്നുണ്ടാവും. അവനാണെങ്കിൽ നീ എന്നാൽ പെട്ടെന്ന് എടുത്തെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനോ അതുകൊണ്ടാണെന്ന് പറയേ. അവനാണെങ്കിൽ പറയും നിങ്ങളിങ്ങനെ റൂം ചെക്കിങ് ചെയ്യാൻ പോയിട്ടില്ലേ, ആ ഒരു ക്യുന്ന് അവിടെയില്ലേ, അവൾ നിന്നെ നോക്കിക്കോളും, എനിക്ക് അർജന്റായിട്ട് വേറൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുന്നല്ല അവൻ അവളെ വിളിച്ച് പറയുന്നുണ്ടാവേ. ഇതേ ടൈം ആയിരിക്കും നമ്മൾ സോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സോങ് ആയിരിക്കും നമ്മളെ പെണ്ണിനെ അവളെ റൂമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിന് സോങ്ങിന്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അവളും നമ്മളെ ചെക്കനെ നോർമൽ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അവരാണെങ്കിൽ ഏതോ ഒരു എക്സിബിഷൻ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു റൂമിലേക്ക് വരുമ്പോൾ നമ്മളെ പെണ്ണ് തുമ്മുന്നത് ഇവൻ കാണുന്നുണ്ടാവേ. ഇവനാണെങ്കിൽ എന്ത് ചെയ്യും, അവൾ റൂമിലെത്തുന്ന ടൈം അവൾക്ക് വേണ്ടിയിട്ട് തുമ്മലിന്റെ മെഡിസിൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തല്ലോ കൊണ്ട് കൊടുക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ നീ പോയിക്കൊന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എനിക്ക് നിന്നോട് വർക്കിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയും. അങ്ങനെ അവൾ അവനെ നോർമലായിട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ടാവും. ഇതേ ടൈം അവനാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് വർക്കിനെ കൊണ്ടല്ല ഒരു പെയിന്റിങ്ങിനെ കൊണ്ടാ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തോ സിറ്റി സ്പേസാ അങ്ങനത്തെ എന്തോ ഒരു പെയിന്റിങ്ങിനെ കൊണ്ട് പറയുന്നുണ്ടാവേ. ഇതേ ടൈം ആയിരിക്കും അവിടെ ഏത് കുക്ക് വരുന്നുണ്ടാവുക. ഇത് കണ്ടപാട് പിള്ളേർക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നമ്മളിപ്പോൾ ബാൽക്കണിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം ആൾക്കാരായിരിക്കും, നമുക്ക് നിൽക്കാൻ വരെ സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവരിത് ഇതുപോലെ വാഷ്റൂമിലായിരിക്കും ഒളിക്കുന്നുണ്ടാവുക. ഈ ടൈം നമ്മളെ ചെക്കൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനാണെങ്കിൽ ഈ ഒരു കാര്യം വാർത്തയിലൂടെ കേട്ടിട്ട് നമ്മളെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. പക്ഷേ അവളാണെങ്കിൽ കോൾ എടുക്കുന്നേ ഉണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ ബോസിനാണെങ്കിൽ നമ്മളെ ഏർത്ത് കുക്ക് നിന്നിട്ടും അത് നിന്നോ ഇല്ലേ നിന്ന് തിരിയുന്നുണ്ടാവില്ലേ. അതിനാണെങ്കിൽ ഇങ്ങനെ തലചുറ്റിക്കൂട് നിൽക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ആ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവൻ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടാവില്ലല്ലോ, എന്നല്ല അവൾ കണ്ടിട്ടുണ്ടാവില്ല. അവളെ ഒരു കൊളീഗ് വിളിക്കുമ്പോഴായിരിക്കും അവളാണെങ്കിൽ ഇങ്ങനെ സാങ്ങിന്റെ കൂടെ അവളെ റൂമിലാണുള്ളത് എന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ടാവുക. ഈ ഒരു കാര്യം നമ്മളെ ചെക്കൻ കേട്ടില്ലേ, അവനാണെങ്കിൽ ടെൻഷൻ ആവില്ലേ. അവനാണെങ്കിൽ അവളടുത്തേക്ക് പോകാൻ നിൽക്കുന്ന അതേ ടൈം ആണെങ്കിൽ നമ്മളെ പിള്ളേർ രണ്ടാളും ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ആ ഒരു ക്യുന്നിനെ കാണുന്നുണ്ടാവുക. ക്യുന്നിന്റെ പേരൻസിന് നമ്മളെ ചെക്കൻ്റെ പേരൻസിനെ നല്ലോണം അറിയാലോ, അതുകൊണ്ട് അവനാണെങ്കിൽ ക്യുന്നിനോട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ക്യുന്നാണെങ്കിൽ പറയും എൻ്റെ കാലിൻ്റെ ആംഗിളിൽ എന്തോ ഒന്ന് പറ്റിയെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളെയും പ്രൊട്ടക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവേ. ഇതുപോലെ ഇതും കണ്ടോണ്ടായിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവൾക്ക് സഹിക്കുക, അവളെ നോക്കാണ്ട് വേറൊരു പെണ്ണിനെ നോക്കിയെന്ന് പറയുമ്പോൾ മൊത്തം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവർ കാണുന്നത് മാത്രമേ ശരിയെന്ന് തിങ്കാക്കുന്ന ഒരു സംഭവമില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ നമ്മളെ പെണ്ണ് പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ ക്യുന്നിനെ ഇതുപോലെ കാറിൽ കയറ്റുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. അവൾക്ക് സഹിക്കാനേ കഴിയുന്നുണ്ടാവില്ലേ. പക്ഷേ അവൾ ഒന്നും പറയുന്നുണ്ടാവില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ സാങ്ങും ശ്രദ്ധിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ഈ ഒരു അതായത് ജിയാങ് ആണെങ്കിൽ ക്യുന്നിനെ കയറ്റി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമ്മളെ സാങ് ആണെങ്കിൽ പെണ്ണിന് ഇതുപോലെ കാറിൽ കയറ്റുന്നുണ്ടാവേ. അതായിരിക്കും നമ്മളെ ജിയാങ് കാണുന്നുണ്ടാവുക. ജിയാങ്ങിന് അത് സഹിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള എപ്പിസോഡാണിത്. അങ്ങനെ നമ്മളെ പെണ്ണ് വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമായിരിക്കും ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനെ കണ്ടപാടി അവനോട് സംസാരിക്കണം എന്ന് പറയാൻ നമ്മളെ ചെക്കനും ഓക്കെ പറയുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിനക്ക് നമ്മളെ എഗ്രിമെന്റിനെ കൊണ്ട് നല്ല ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ആരോടെങ്കിലും ക്രഷ്
ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാമെന്നും നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാമെന്ന് പറയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് സാങ്ങിനോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല, ഇവനാണെങ്കിൽ ആ ഒരു ക്യുന്നിനെ ഇഷ്ടമാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ ഇപ്പം ഈ ഒരു എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ടാവുക. നമ്മളെ ജിയാങ്ങിനും ഇതിൽ അധികമൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇവളായ ഒരു കാര്യത്തിന് തന്നെ ഇവർ ഓക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ രണ്ടാളും രണ്ട് വഴിക്ക് പിരിയുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായെന്ന് എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ, അവർക്ക് പിരിയണമെന്ന് വെച്ചാൽ അവർ പിരിഞ്ഞല്ലേ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാളും രണ്ടാളെ വഴിക്കും പോകുന്നുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുന്നേരം ഇവരെ ഒരു മാജിക് ക്യൂബിലെ അതിനെ കാണുന്നുണ്ടാവേ. അതിനോടാണെങ്കിൽ പറയും ഇനി ഒരിക്കലും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൾ നേരെ നമ്മളെ നൈനേൻ്റെ അടുത്ത് പോകുന്നുണ്ടാവുക. നൈനയാണെങ്കിൽ ഇവളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഞാൻ ഓക്കെ ആണ്, എനിക്കൊരു കുഴപ്പമില്ല, ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേയും കാട്ടി നല്ലത് അത് ബ്രേക്കപ്പ് ആകുന്നതന്നെയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടാവേ. ഇവക്ക് സങ്കടമായ നമ്മളെ നൈനക്ക് സഹിക്കുക. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഷെന്നിനോട് സങ്കടം പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഷെന്നിയാണെങ്കിൽ പറയും അവരെ പ്രൈവറ്റ് ലൈഫിൽ നമുക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല, അവരെ ഇഷ്ടങ്ങളാണ്, അത് നമ്മൾ പോയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നൈനയാണെങ്കിൽ പറയും അതൊക്കെ ശരിയാണ്, അവൾക്ക് അവനോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്, അവൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കൂല എന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ പറയും എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കണ്ടെന്ന് പറയും. ആരോ മൂഡ് ഓഫ് ആകുമെന്ന് പറഞ്ഞ പോലെ തന്നെ പറയുന്നേ മൂപ്പറ്. അതേ ടൈം ആയിരിക്കും നമ്മൾ ഷെന്നിയാണെങ്കിൽ പറയുന്നുണ്ടാവുക നീ എന്നിങ്ങനെ ചെറിയ കുപ്പായിട്ട് നിനക്ക് തണുക്കുന്നുണ്ടാവില്ലേ, ഞാൻ നിനക്ക് കോട്ട് തരാമെന്ന് പറയാം. പക്ഷേ ഇവളാണെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള കുപ്പായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എന്നാലും ഇവനാണെങ്കിൽ കോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെയും കൂട്ടിയിട്ട് പുറത്തു പോകുന്നുണ്ടാവേ. അങ്ങനെ രണ്ടാളും ഓരോന്നും പറഞ്ഞിട്ട് നടക്കുന്ന ടൈമായിരിക്കും ഒരു സൈക്കിൾ ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കുത്താൻ നോക്കുന്നുണ്ടാവുക. അതേ ടൈം തന്നെ ഇവനാണെങ്കിൽ എന്ത് ചെയ്യും, ഇവളെ പിടിച്ച് വിളിക്കുക. ഇവളെ കൈമിൽ വാച്ച് ഉണ്ടാവുമായിരിക്കും. ആ ഒരു വാച്ചിലാണെങ്കിൽ നൈന നിന്റെ ഹാർട്ട് ബീറ്റ് ഹൈപ്പിൽ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടാവും. അതായത് സംടൈംസ് നമുക്ക് ബട്ടർഫ്ലൈസ് വരൂലേ, അതുപോലെ തന്നെ ഈ സംഭവം നമ്മളെ ചെക്കൻ കേൾക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ ചോദിക്കും ഞാനിപ്പോൾ നിന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടത് നിനക്കിങ്ങനെ ഹാർട്ട് ബീറ്റ് ഹൈ ആയി എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് തർക്കിക്കുന്നുണ്ടാവും. അതേ തർക്കം മാറ്റേണ്ടിയിട്ട് അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളിതാ ഇതുപോലെ കിസ് ചെയ്തിട്ട് ഇതുപോലെ ഹഗ് ചെയ്യുന്നുണ്ടാവേ. അതേ ടൈമും അവളാണെങ്കിൽ പറയും ഇപ്പം എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ട് എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവർ കപ്പിളാകൂല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവരാണ് ഫസ്റ്റ് കപ്പിളായ. ഇങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ മൂന്ന് സോങ്ങും കൂടിയിട്ട് ഒരു ഫിലിമിന് പോകുന്നതായിരിക്കും. ഫിലിമിന് കയറിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും നമ്മളെ മൂന്ന് മനസ്സിലാകുന്നുണ്ടാവുക അവിടെ ഇവരല്ലാണ്ട് വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സിനിമ തുടങ്ങുന്ന ടൈമിൽ അതിലാണെങ്കിൽ ഒരു സീക്രട്ട് ക്രഷിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവേ. ഇതൊക്കെ നമ്മളെ ചെക്കൻ കാണുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനോട് പറയും നീയും ജിയാങ്ങും തമ്മിലത്തെ റിലേഷൻഷിപ്പ് എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയൂ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഓ അങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സോങ് ആണെങ്കിൽ ചോദിക്കും നിനക്ക് എന്നെ കൊണ്ട് നിങ്ങൾ രണ്ടാളും വേർപിരിയുന്നുള്ള പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഇപ്പം എന്തിനാ പേടി, നമ്മൾ രണ്ടാളും ഫ്രണ്ട്സ് അല്ലേ, അതിൽ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐഡിയോളാണെന്ന് നിൻ്റെ കൂടെ സിനിമ കാണാമെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ത്രില്ലല്ലേ എന്ന് പറയും. അതായത് നമ്മളെ പെണ്ണിൻ്റെ മൈൻഡിൽ ഒരു തരി പോലും വേറൊരു തരത്തിലത്തെ ഇഷ്ടം നമ്മളെ സോങ്ങിനോട് ഇല്ല എന്ന് അവൾ ഈ ഒരു വർത്തമാനത്തിൽ നമുക്ക് കാണേ. ഈ ഒരു ടൈം ഇവനാണെങ്കിൽ ഇവിടെ പ്രപ്പോസ് ചെയ്യുകയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. നാളെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.